ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആംപിയർ സർക്യൂട്ടൽ തിയറത്തിന്റെ സെക്കൻഡ് ആപ്ലിക്കേഷൻ ആണ്. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ടോറോയിഡ്. ടോറോയിഡ് കൊണ്ടുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് ടോറോയിഡ് എന്താണെന്നൊന്ന് നോക്കണം. അപ്പൊ ടോറോയിഡ് എന്ന് പറയുന്നത് നമ്മൾ സോളിനോയിഡ് പഠിച്ചു കഴിഞ്ഞു. സോളിനോയിഡ് എന്തായിരുന്നു? ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഫോർമറിൽ ഇൻസുലേറ്റഡ് കോപ്പർ വയർ എന്ത് ചെയ്യാണ്? വൈൻഡ് ചെയ്ത് ടൈറ്റ് ആയിട്ട് വൈൻഡ് ചെയ്ത് വന്നിരിക്കുന്നതാണ് സോളിനോയിഡ്. ഇനി ആ സോളിനോയിഡിനെ തന്നെ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ വളച്ച് എന്ത് ചെയ്തു? റൗണ്ട് ഷേപ്പ് ആക്കി. ഓക്കെ, സോളിനോയിഡിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? വളച്ച് നമ്മൾ എന്താക്കി എടുക്കുകയാണ്? റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുകയാണ്. അപ്പൊ സോളിനോയിഡിനെ ഞാൻ എന്ത് ചെയ്തു? വളച്ച് റൗണ്ട് ഷേപ്പ് ആക്കി എടുത്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെ സോളിനോയിഡിനെ വളച്ച് ഈ ഷേപ്പ് ആക്കി എടുത്തു. അപ്പൊ ഇവിടെ എന്തുണ്ട്? ഇൻസുലേറ്റഡ് കോപ്പർ വൈൻഡിങ്സ് ഉണ്ട്. അപ്പൊ ആ വൈൻഡിങ്സ് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഓക്കെ, ഇങ്ങനെ ലാർജ് നമ്പർ ഓഫ് വൈൻഡിങ്സ് ഇവിടെ ഉണ്ടെന്ന് അങ്ങ് വിചാരിച്ചോളുക. വളരെ ടൈറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വൈൻഡിങ്സ് വളരെ ടൈറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തേക്കാണ്. വരയ്ക്കുമ്പോ ചെറിയൊരു വ്യത്യാസമൊക്കെ തോന്നാം, പക്ഷെ വളരെ ടൈറ്റ് ആയിട്ട് വൈൻഡ് ചെയ്യണം. ഓക്കെ, ഒട്ടും ഗ്യാപ്പ് ഇല്ലാണ്ട് നല്ല രീതിയിൽ വൈൻഡ് ചെയ്യുക. അപ്പൊ ഗ്യാപ്പിട്ട് വൈൻഡ് ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറയും. അപ്പൊ അതുകൊണ്ട് നല്ലോണം ടൈറ്റ് ആയിട്ട് വൈൻഡ് ചെയ്ത് വെക്കണം സോളിനോയിഡ് എന്ന് പറയുന്നത്. സോളിനോയിഡ് ആണെങ്കിലും ടോറോയിഡിന്റെ കേസിലാണെങ്കിലും വൈൻഡിങ്സ് വളരെ ടൈറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറയുക? സോളിനോയിഡിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഷേപ്പ് ഒന്ന് ചേഞ്ച് ചെയ്ത് രണ്ട് എൻഡും ബെൻഡ് ചെയ്ത് എന്ത് ചെയ്തു? കൂട്ടിമുട്ടി റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയാ? ടോറോയിഡ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ ടോറോയിഡിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു സോളിനോയിഡ് തന്നെയാണ്. അപ്പൊ സോളിനോയിഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? മാഗ്നറ്റിക് ഫീൽഡ് B = μ0 × n × I ആണ് അല്ലെ? ടോറോയിഡ് എന്ന് പറയുന്ന സോളിനോയിഡ് തന്നെയാണ്. അപ്പൊ നമ്മൾ ചെറുതായിട്ട് ഇക്വേഷൻ അല്ലെ, ആംപിയർ സർക്യൂട്ടൽ തിയറം ചെറുതായിട്ടൊന്ന് ഇത് തന്നെയാണ് ചോദിക്കണമെങ്കിൽ നമ്മൾ എന്തുവരും? ഇന്റഗ്രൽ ഓഫ് B.dl = എന്തുവരും? μ0 × n × I ആണ് എന്നുള്ള കേസ് കൊടുക്കാം. ഇനി എന്തുവരും? ഇന്റഗ്രൽ ഓഫ് B.dl അല്ലെ, cos 0 ഒക്കെ വന്നു അല്ലെ. നമ്മൾ സോളിനോയിഡ് തന്നെയാണ്, സോളിനോയിഡിനെ തിരിച്ചു വെച്ചിരിക്കുന്നതാണെന്നുള്ളൂ. അപ്പൊ സോളിനോയിഡിന്റെ എക്സ്പ്ലനേഷൻ തന്നെയാണ്. അപ്പൊ ഇന്റഗ്രൽ ഓഫ് B.dl അത്രയും എക്സ്പാൻഡ് ചെയ്ത് എഴുതണ്ടാന്നേ ഉള്ളൂ. ഇന്റഗ്രൽ ഓഫ് B.dl = നമുക്ക് എങ്ങനെ എഴുതാം? μ0 ni എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ B × ഇന്റഗ്രൽ ഓഫ് dl = μ0 ni എന്ന് നമ്മൾ എഴുതി ആണല്ലോ. ഇനി അവിടെ ഇന്റഗ്രൽ ഓഫ് dl എന്ന് പറയുമ്പോൾ എന്തുവരും? ഇന്റഗ്രൽ ഓഫ് dl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിനോയിഡില് ലീനിയർ ആയിരുന്നു അതിന്റെ ഷേപ്പ്. ഇതെന്താണ്? സർക്കുലാർ ആണ്. ലീനിയർ ആയിരുന്നപ്പോ ഇന്റഗ്രൽ ഓഫ് dl = L എന്ന് കൊടുത്തു. ഇത് സർക്കുലാർ ആയതുകൊണ്ട് ഇന്റഗ്രൽ ഓഫ് dl = നമ്മൾ എന്ത് കൊടുക്കും? സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ എന്ന് കൊടുക്കും. ഓക്കെ, അപ്പോ ഈ മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദ ആക്സിസ് ഓഫ് ദി ഏത് വരും? ആക്സിസ് എന്ന് പറയുന്നത് ഈ ഡോട്ട് ഇട്ട് വരുന്നതാണ്. ആക്സിസ് ഓഫ് ദ ടോറോയിഡ് എന്ന് പറയുമ്പോൾ എന്തുവരും? അല്ലെ, റേഡിയസ് സ്മോൾ r ആയിട്ട് നമുക്ക് എടുക്കുവാണെങ്കിൽ B × 2πr = μ0 × n × I. ഓക്കെ, ഇനി ഇവിടെ നിന്ന് എന്തുവരും? B = നമുക്ക് എങ്ങനെ എഴുതാം? μ0 ni / 2πr എന്ന് കൊടുക്കാം അല്ലെ. n/2πr എന്ന് പറയുന്നതാണ് അവിടുത്തെ എന്തെന്ന് പറയാ? സ്മോൾ n എന്ന് പറയാം. ഓക്കെ, μ0 ni തന്നെയാണ് നമ്മുടെ എന്തെന്ന് പറയാ? ടോറോയിഡിന്റെ ഇക്വേഷൻ. അതിനകത്ത് സോളിനോയിഡ് ആണെങ്കിൽ സ്മോൾ n എന്തായി മാറും? സോളിനോയിഡ് ആണെങ്കിൽ സ്മോൾ n = N/L ആണ്. ടോറോയിഡ് ആവുമ്പോ സ്മോൾ n എന്ന് പറയുന്നത് എന്തായും? N / 2πr. അത്രയും വ്യത്യാസമേ ഉള്ളൂ. എന്ന് വെച്ചാൽ സർക്കുലർ ഷേപ്പ് ആവുമ്പോ ലെങ്ത് എന്ന് എടുക്കില്ല, സർക്കംഫറൻസ് ഓഫ് ദി സർക്കിളിനെ നമ്മൾ എടുക്കുള്ളൂ. അത്രേ വ്യത്യാസമുള്ളൂ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ടോറോയിഡ് എന്ന് ചോദിച്ചാലും അതിന്റെ ആൻസർ എന്താണ്? B = μ0 ni ആണ്. ഇത് എവിടത്തെയാണ്? അലോങ് ദ ആക്സിസ്. ആക്സിസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഡോട്ട് ഇട്ട് വരച്ചിരിക്കുന്നതാണ് അതിന്റെ ആക്സിസ്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് B = എത്ര വരാം? 0 ആണ്. ഓക്കെ, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? 0 ആണ്. നമ്മൾ പഠിച്ചതാണ് സോളിനോയിഡിന്റെ കേസിൽ എങ്ങനെയാണ്? സോളിനോയിഡിന്റെ അല്ലെ സർഫസില് B = എത്ര വരും? 0 ആണ്. സോളിനോയിഡ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇതിന്റെ സർഫസ് ഇവിടെ എന്താണ്? 0 ആണ് അല്ലെ.
അതിനെ റൗണ്ട് ആക്കി വെക്കുന്നതാണല്ലോ. അപ്പൊ ഉള്ളിലത്തെ ഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് തന്നെയാണ്? 0. അപ്പൊ ഉള്ളിലും പുറമേയും മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. പിന്നെ എവിടെ മാത്രമേ ഉള്ളൂ? എലോങ് ദ ആക്സിസ് ഓഫ് ദ സോളിനോയിഡ്. അത് ഈക്വൽ ടു എത്രയായിട്ട് വരും? µ0 n. എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് എന്താ വരും? മാക്സിമം വരുന്നത് എലോങ് ദ ആക്സിസിൽ തന്നെയാണ്. ഓക്കെ, ഇനി അതിന്റെ അവിടെ നിന്ന് എന്ത് ചെയ്യാണ്? ആക്സിസിൽ നിന്ന് മേളിലേക്ക് പോരുന്നോറും മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? കുറഞ്ഞു കുറഞ്ഞു വന്ന് സർഫസിലാവുമ്പോ എന്താവും? 0 ആയിട്ട് പോകും. അപ്പൊ ചിലപ്പോ ഇൻക്രീസിങ് ഓർഡർ, ഡിക്രീസിങ് ഓർഡർ എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ചോദിക്കാം 3-4 പോയിന്റ്സ് അവിടെ എവിടെയൊക്കെ ഇട്ടിട്ട്. അപ്പൊ പോയിന്റ്സ് നോക്കിയിട്ട് തന്നെ എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ ടൊറോയിഡ്, ടൊറോയിഡിന്റെ കേസിലെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, സോളിനോയിഡിന്റെ കേസിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്താന്നുള്ളത്. ഇനി നമുക്ക് സോളിനോയിഡിൽ എങ്ങനെയാണ് അതിന്റെ എന്തുവരും മാഗ്നറ്റിക് ഫീൽഡിന്റെ എഫക്ട് അല്ലെങ്കിൽ മാഗ്നറ്റിക് ലൈൻസ് എങ്ങനെ വരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വരച്ചേക്കാം. നമ്മൾ ചെറിയ ക്ലാസ്സിലെല്ലാം പഠിച്ചതാണ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് സോളിനോയിഡിന്റെ കേസിൽ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഒരു സോളിനോയിഡ് നമ്മൾ എടുത്തു. നമ്മൾ പറഞ്ഞു ലാർജ് നമ്പർ ഓഫ് വൈൻഡിങ്സ് ഇവിടെ ഉണ്ട് നമുക്ക്. ഇങ്ങനെ വൈൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സോളിനോയിഡ്. അതിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോഴാണ് അത് എന്തായിട്ട് ആക്ട് ചെയ്യാം? മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ കൂടെ കറണ്ട് പാസ് ചെയ്തു, ഇവിടെ നിന്ന് കറണ്ട് പുറത്തേക്ക് വന്നു അല്ലെ. അപ്പൊ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. പാസ് ചെയ്യുമ്പോൾ അവിടെ എന്തായിരിക്കും? അവിടെ എന്തൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇപ്പൊ കറണ്ട് ഇവിടുന്ന് പാസ് ചെയ്യുന്നത് ഇത് ഇങ്ങനെയാണ്, ഇങ്ങനെ വരുവാണെങ്കിൽ അല്ലെ, ഇങ്ങനെയാണ് കറണ്ട് പാസ് ചെയ്തിരിക്കുന്നതെങ്കിൽ മേളിലേക്ക് ഇങ്ങനെ കയറി ഇങ്ങനെ താഴേക്ക് ഇറങ്ങി അങ്ങനെ അങ്ങനെ പോവുകയാണെങ്കിൽ, ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. ഇവിടുത്തെ പൊളാരിറ്റി എന്താണ്? സൗത്ത് പൊളാരിറ്റി ആണ്. അപ്പൊ ഇവിടുത്തെ പൊളാരിറ്റി എന്താവും? നോർത്ത് പൊളാരിറ്റി ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ സൗത്തും ഉണ്ട്, ഇവിടെ നോർത്തും ഉണ്ട്. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നോർത്തും സൗത്തും മാർക്ക് ചെയ്യാൻ. അപ്പൊ വളരെ ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ നമ്മൾ നോട്ട് ചെയ്യുക എന്തുവരും? ഇഫ് ദ കറണ്ട് ഫ്ലോയിങ് അല്ലെ, നമ്മൾ ലുക്ക് ചെയ്യുന്ന ഈ ഫേസില് കറണ്ട് എങ്ങനെയാണ്? കറണ്ട് കയറി ഇങ്ങനെ ഇറങ്ങാണ്. ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് നോക്കിയിട്ട് എഴുതാം. ഇവിടെ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? സൗത്ത് പൊളാരിറ്റി ആണ്. ഇത് എന്തുവരും? ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇവിടുത്തെ എന്തുവരും? ഇത് സൗത്ത് ആണെങ്കിൽ അവിടെ നോർത്ത് വന്നു. അപ്പൊ നമുക്ക് പറയാം മാഗ്നറ്റിക് ഫീൽഡ് എന്തുവരും? ഈ ഡയറക്ഷൻ ആണ്. ഓക്കെ, എപ്പോഴും സെന്ററിൽ വരയ്ക്കുന്ന ലൈൻ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് അല്ലെ. ഇനി എന്താ പറയാ? മാഗ്നറ്റിക് ഫീൽഡ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇഷ്ടമാതിരി ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ വരച്ചു. ഇനി ഉള്ളിലത്തെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ്. ഇന്റർസെക്ട് ചെയ്ത് വരയ്ക്കരുത്. എല്ലാം എന്തുവരും? പാരലൽ ആയിട്ട് വരയ്ക്കാം. ഓക്കെ, ഇനി ഔട്ട്സൈഡിൽ എങ്ങനെയാണ്? ഇൻസൈഡില് സൗത്ത് ടു നോർത്ത് ആണെങ്കിൽ ഔട്ട്സൈഡിൽ എന്തുവരും? നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ്. ഔട്ട്സൈഡിലെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും എങ്ങനെയാണ്? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരും. ഇൻസൈഡിൽ എപ്പോഴും എന്തുവരും? സൗത്ത് ടു നോർത്ത് ആണ്. നമ്മൾ 10th ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒക്കെ വരച്ച് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈസ് ഫ്രം നോർത്ത് ടു സൗത്ത് ആണ് ഔട്ട്സൈഡില്. ഇൻസൈഡിൽ എപ്പോഴും എന്തുവരും? സൗത്ത് ടു നോർത്ത് ആണ്. ഓക്കെ, അപ്പൊ ആ കേസ് ഒന്ന് ഓർത്തിരുന്നോണം. ഓക്കെ, പിന്നെ കുറച്ച് ലൈൻസ് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ലൈൻസ് നമുക്കത് ഇങ്ങനെ ഈ അല്ലെ എൻഡില് കുറച്ച് ലൈൻസ് ഇങ്ങനെ ഇട്ടേക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടി ഉണ്ട്. നമുക്ക് അവിടെ ലൈൻസ് ഉള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് വരാം? അപ്പൊ സോളിനോയിഡിലൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈ രീതിയിലാണ്. അപ്പൊ അതൊന്ന് വരയ്ക്കാനായിട്ട് പഠിച്ചിരിക്കുക. സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ വരയ്ക്കണം. ഓക്കെ, സാധാരണ ഒരു ബാർ മാഗ്നറ്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് എന്ത് വരുന്നത്? സോളിനോയിഡിലെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരിക. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് സോളിനോയിഡിന്റെ കേസില് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ ആണല്ലോ. വരയ്ക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വരയ്ക്കാം. ഔട്ട്സൈഡില് നോർത്ത് ടു സൗത്ത് ആണ് വരുന്നത്. ഇൻസൈഡില് സൗത്ത് ടു നോർത്ത് ആണ്. ലൈൻസ് ഒന്നും ഇന്റർസെക്ട് ചെയ്ത് വരയ്ക്കരുത്. ഓക്കെ, അപ്പൊ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഒരു സർക്കുലർ കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യാണ്. അങ്ങനെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ
കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണെങ്കിൽ അവിടെ ഏത് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു? സൗത്ത് പൊളാരിറ്റി അല്ലെ? സൗത്ത് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യും. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണെങ്കിൽ അവിടെ ഏത് പൊളാരിറ്റിയാണ്? സൗത്ത് പൊളാരിറ്റിയാണ് ഡെവലപ്പ് ചെയ്യുക. ഇങ്ങനെ സൗത്ത് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇവിടുത്തെ വരയ്ക്കാൻ പറ്റുക? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ ഫേസ് ചെയ്യുന്ന പോയിന്റ് അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ ഒരു സർക്കുലർ ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഫേസ് ചെയ്യുന്ന പോയിന്റിൽ എനിക്ക് സൗത്ത് ആയിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുക. അപ്പൊ ഇപ്പുറത്തെ പോർഷൻ എന്തായിരിക്കും? നോർത്ത് ആയിരിക്കും അല്ലെ? അപ്പൊ വിത്തിൻ ഇതിന്റെ ഉള്ളില്, ഈ കോയിലിന്റെ ഉള്ളില് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ് മാഗ്നറ്റിക് ലൈൻസ് അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഞാനിപ്പോ ഇവിടെ ഫേസ് ചെയ്യുന്ന ലൈൻ ഏതാണ്? സൗത്ത് ആണ്. അപ്പൊ താഴെ എവിടെയോ നോർത്ത് ഉണ്ട് അല്ലെ? താഴെ ഇതിന്റെ അടുത്ത ഫേസ് എന്ന് പറയുന്ന നോർത്ത് ആണ്. അപ്പൊ എന്തുവരും? ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കുന്ന സൗത്തിൽ നിന്ന് നോർത്തിലേക്ക്, ഉള്ളിലായതുകൊണ്ട് ഉള്ളിലത്തെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഞാൻ പറഞ്ഞത് സൗത്ത് ടു നോർത്ത്. അപ്പൊ ഇനി എങ്ങനെ വരും? അപ്പൊ സെന്ററിലെ എന്തുവരും? സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം. അത് കഴിഞ്ഞിട്ട് സൈഡിലേക്ക് പോരും തോറും അതിന്റെ പാത്ത് എന്തായിട്ട് വരും? കേർവ്ഡ് ആയിട്ട് വരും. ഓക്കെ, സൈഡിലേക്ക് പോരും തോറും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്തുവരും? കേർവ്ഡ് ആയിട്ട് ഇങ്ങനെ വരും. എൻഡിൽ വരുമ്പോഴത്തേക്കും ഇങ്ങനെ. ഓക്കെ, അതുപോലെ തന്നെയാണ് അടുത്ത സൈഡിലേക്ക് കേർവ് ആയിട്ട് പോരും. ഒന്ന് ശ്രദ്ധിച്ച് വരയ്ക്കണമെന്നേ ഉള്ളൂ. കേർവ് ആയിട്ട് വന്നു, വീണ്ടും ഒന്നുകൂടെ കേർവായി. ഓക്കെ, അപ്പോ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ ആണ് ഈ വരച്ചിരിക്കുന്നത്. കറന്റ് ക്യാരിങ് സർക്കുലർ കോയിലിന്റെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ ആണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇഫ് ദ കറന്റ് ഫ്ലോയിങ് ഇൻ ആൻ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ, അപ്പൊ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണെന്നൊന്ന് വിചാരിക്കൂ. അപ്പോ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തുവരും? അല്ലെ, ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണ്. അപ്പൊ ഇവിടെ ഏത് പൊളാരിറ്റിയാ ഡെവലപ്പ് ചെയ്യാം? നോർത്ത് പൊളാരിറ്റിയാണ് അല്ലെ? നോർത്ത് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്തു. അപ്പൊ നോർത്ത് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്താൽ നമ്മുടെ ഇവിടെ ഫേസ് ചെയ്യുന്ന, ഞാനിങ്ങനെ നോക്കുമ്പോ എനിക്ക് കാണാൻ പറ്റുന്നത് ഏതാണ്? നോർത്ത് ആണ്. അപ്പൊ ഇവിടെയാണ് എന്തെന്ന് പറയാ? സൗത്ത് അല്ലെ? ഇവിടെ ഞാൻ ഫേസ് ചെയ്യുന്ന പോയിന്റ് ഇപ്പൊ ഏതാണ്? നോർത്ത് ആണ്. അപ്പൊ അതിന്റെ താഴത്തെ എൻഡ് ഏതായിരിക്കും? സൗത്ത് ആണ്. അപ്പൊ അവിടെ എവിടെ നിന്ന് എങ്ങോട്ടാ? സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് ലൈൻസ് വരിക. അപ്പൊ താഴേന്ന് മേളിലേക്കാണ് ലൈൻസ് വരിക അല്ലെ? അപ്പൊ എന്ത് വരിക? താഴേന്ന് മേളിലേക്കാണ് ലൈൻസ് വരിക. സെന്ററിൽ എപ്പോഴും എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. സൈഡിലേക്ക് വരുന്തോറും എന്ത് ചെയ്യുക? കേർവ്ഡ് ആയിട്ട് വരയ്ക്കാം. ഓക്കെ, സൈഡിലേക്ക് വരുന്തോറും കേർവ്ഡ് ആയിട്ട് സൈഡിലേക്ക് വരുന്തോറും കേർവ്ഡ് ആയിട്ട് വരയ്ക്കാം. ആരോ മാർക്ക് ഇടുമ്പോ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഓക്കെ, ഭംഗിയായിട്ട് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ അതെങ്ങനെയാ വരയ്ക്കുന്നതെന്നുള്ളതൊന്നും മനസ്സിലാക്കിയിരുന്നാൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ. ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പൊളാരിറ്റി ആണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്തുകൊണ്ട് താഴേക്ക് വരയ്ക്കുന്നു എന്നുള്ള കേസ് മനസ്സിലായല്ലോ. ഫേസ് ചെയ്യുന്ന ഇവിടെയാണെങ്കിൽ സൗത്ത് പൊളാരിറ്റി ആണെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന സൗത്ത് ആണ്. അപ്പൊ അപ്പുറത്തെ നോർത്ത്. അപ്പൊ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് ഉള്ളിൽ കൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ്. എല്ലാത്തിന്റെയും ഡയറക്ഷൻ എങ്ങനെയാണ്? സെയിം ആണ്. സെന്ററിൽ എപ്പോഴും അതെന്തായിരിക്കും? സ്ട്രെയിറ്റ് ആയിരിക്കും. സൈഡിലേക്ക് പോകുന്തോറും അതെന്തായിരിക്കും? കേർവ്ഡ് ആയി എന്തോരും അത് സൈഡിൽ എത്തുമ്പോഴത്തേക്ക് അത് ക്ലോസ്ഡ് ആവും. ഓക്കെ, നോർത്ത് പൊളാരിറ്റിയെ കാണണമെങ്കിൽ ഫേസ് ചെയ്യുന്ന പോയിന്റ് നോർത്ത് ആണ്. അപ്പൊ താഴെ എന്തായിരിക്കും? സൗത്ത് ആണ്. അപ്പൊ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക്, ഇപ്പൊ മേളിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരും. അപ്പൊ ആ കേസും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ സോളിനോയിഡിന്റെ കേസിൽ എങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കാം, അതുപോലെ തന്നെ എന്തോരം കറന്റ് ക്യാരിങ് സർക്കുലർ കോയിലിന്റെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അല്ലെ, ആ മാഗ്നറ്റിക് ലൈൻസ് എങ്ങനെയാണ് വരുന്നത്. അപ്പൊ 3 കേസിലും നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരച്ചു. ഓക്കെ ആണല്ലോ? Okay, I think this topic is clear for you. If you like this video, please subscribe and enable the bell button. Thank you.